മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് മോണോ റെയിൽ ട്രാക്കിൽ കുടുങ്ങി. ട്രെയിനിലുണ്ടായിരുന്ന 500-ലേറെ യാത്രക്കാരാണ് മണിക്കൂറുകളോളം ഉയരപ്പാതയിൽ കുടുങ്ങിയത്. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. പരിധിയിലേറെ യാത്രക്കാർ ഇടിച്ചു കയറിയതിനെ തുടർന്നാണ് മോണോ റെയിൽ തകരാറിലായതെന്ന് അധികൃതർ പറഞ്ഞു. മുംബൈ മൈസൂർ കോളനിക്ക് സമീപമാണ് മോണോ റെയിൽ ഉയരപ്പാതയിൽ കുടുങ്ങിയത്. AC ഉൾപ്പെടെ പ്രവർത്തിക്കാതായതോടെ പലർക്കും ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. ട്രെയിനിന്റെ വാതിലുകളും തുറക്കാൻ കഴിഞ്ഞില്ല. പരിഭ്രാന്തരായ യാത്രക്കാർ ചില്ലുകൾ തല്ലി തകർക്കാൻ ശ്രമിച്ചു. ടെക്നീഷ്യന്മാരും അഗ്നിശമന സേനാംഗങ്ങളും എത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വാതിലുകൾ തുറക്കാനായത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് യാത്രക്കാരെ പുറത്തെത്തിച്ചു. കനത്ത മഴയെ തുടർന്ന് മുംബൈ നഗരത്തിലെ പലയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. ഇതിനെ തുടർന്ന് ലോക്കൽ ട്രെയിനുകൾ സർവീസ് നിർത്തിവെച്ചിരുന്നു. ഇതോടെ ട്രെയിൻ യാത്രക്കാർ പലരും മോണോ റെയിലിനെ ആശ്രയിച്ചത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. 104 മെട്രിക് ടണ്ണാണ് മോണോ റെയിലിന്റെ പരമാവധി ഭാരശേഷി. എന്നാൽ യാത്രക്കാർ ഇടിച്ചു കയറിയതോടെ ഭാരം 109 മെട്രിക് ടണ്ണായി ഉയർന്നതായി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. അധിക ഭാരം കാരണം മോണോ റെയിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഇത് സാങ്കേതിക തടസ്സമുണ്ടാക്കിയതിനാൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി അധികൃതർ പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. മുംബൈയിൽ തുടരുന്ന കനത്ത മഴയിൽ റോഡ്, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങളെല്ലാം താറുമാറായിരിക്കുകയാണ്. പല മേഖലകളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ്. 24 മണിക്കൂറിനിടെ 300 മില്ലിമീറ്റർ മഴയാണ് മുംബൈയിൽ ലഭിച്ചത്. തീവ്ര മഴയുണ്ടാകുമെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.